ആദ്യം പത്തനംതിട്ടയിലെ അപകട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട കോന്നി ചെങ്കളം പാറമടയിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒഡീഷ സ്വദേശി മഹാദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബീഹാർ സ്വദേശി അജയ് റാവുവിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പാറ ഇടിഞ്ഞു വീഴുന്നത് ദൗത്യം ദുഷ്കരമാക്കിയതിനാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. രാവിലെ 7 മണിക്ക് തെരച്ചിൽ വീണ്ടും തുടങ്ങും. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്പെഷ്യൽ യൂണിറ്റുകളും NDRF സംഘവും ദൗത്യത്തിലുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ലേബർ കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പാറമട അനധികൃതമാണെന്ന് കാട്ടി നാട്ടുകാർ നൽകിയിരിക്കുന്ന പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ഇതിന് ലൈസൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നിലവില് ക്രഷറിന്റെ ലൈസൻസ് ആണ്, കോറിയുടെ ലൈസൻസ് നിലവിലുണ്ട്. ക്രഷറിന്റെ ലൈസൻസ് 30-ാം തീയതി തീർന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാറ പൊട്ടിക്കുന്നത് ക്രഷറിലേക്ക് ഉൽപ്പന്നങ്ങൾക്കും പാറ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് അത് സംബന്ധിച്ചുള്ളത്. പക്ഷേ ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പൊതുവിൽ നാട്ടുകാർക്കെല്ലാം വ്യാപകമായ പരാതി നിലനിൽക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ തന്നെ നോക്കുമ്പോൾ ഈ ഒരു നിയമപരമായി ഈ തട്ടുതട്ടായി മാത്രമേ പാറ പൊട്ടിക്കൂ. ആ പാറയുടെ തട്ടുകൾ തമ്മിൽ ഉള്ള ഗ്യാപ്പ് ഇത്ര നിശ്ചയം. കാരണം ഒരാൾ വീഴുകയോ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് വീഴുകയോ അതല്ലെങ്കിൽ ഒരു പാറ വീഴുകയോ ചെയ്താൽ ആ ആൾക്ക് അപകടം ഉണ്ടാവാത്ത നിലയിൽ ഹൈറ്റേ പാടുള്ളൂ എന്നാണ്. ഇതിപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 50, 60, 100 അടി ഹൈറ്റിലാണ് ഒരു ബെഞ്ച് മറ്റൊരു ബെഞ്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് തന്നെ സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് പിന്നീട് ഇപ്പൊ നമ്മളിപ്പോ രക്ഷാപ്രവർത്തനമാണ് ആ പ്രാധാന്യം. സന്നഹമില്ലാതെയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പരാതികൾ ജനങ്ങൾക്ക് ഇടയിൽ വ്യാപകമായ പരാതി നിലവിൽ ഒത്തിരി പരാതി നിലവിൽ ഉണ്ട്. അത് ഇപ്പൊ പരിശോധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ രക്ഷാപ്രവർത്തന പ്രാധാന്യം നൽകുന്നു എന്നിരുന്നാൽ കൂടി പക്ഷേ ഒരു അപകടകരമായ സ്ഥിതിയാണ്. ഇപ്പൊ തന്നെ ഇവിടെ എങ്ങനെയാണ് തൊഴിലാളികൾ പ്രവർത്തിച്ചതെന്ന് സംബന്ധിച്ച് കാണുമ്പോൾ എത്ര ഭീകരത കാണുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടെ വലിയ പരാതി. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോഴും ഈ പാറമടയിലേക്ക് പാറകൾ ഇടിഞ്ഞു വീഴുന്നു എന്നതാണ് സാഹചര്യം. രക്ഷാദൗത്യം പൂർത്തീകരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. നാളെ രാവിലെ 7 മണിക്ക് ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വിവരങ്ങൾ. നീലിമ, ജീവൻ പണയം വെച്ച് ഈ പാറമടയ്ക്ക് സമീപത്ത് നിലയുറപ്പിക്കേണ്ട സ്ഥിതിയാണ്. രക്ഷാദൗത്യം ഏറ്റവും ദുർഘടമാണ്. ഓരോ സമയവും വലിയ ശബ്ദത്തിലാണ് പാറമടയിൽ നിന്നും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത്. അത് രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണി വരെ രക്ഷാദൗത്യം തുടർന്നു. അതിനുശേഷം വലിയ ശബ്ദത്തിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നതിനാൽ രക്ഷാദൗത്യം നാളെ രാവിലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് NDRF സംഘത്തിന്റെയും ഫയർഫോഴ്സ് യൂണിറ്റുകളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൗത്യം ആരംഭിക്കും. ഇനി ഹിറ്റാച്ചി ഓപ്പറേറ്ററായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശി അജയ് റായിക്കുള്ള തിരച്ചിലാണ് നാളെ പുനരാരംഭിക്കുക. ഹിറ്റാച്ചിക്കുള്ളിലാണ് ഇയാളുടെ ഉള്ളത് എന്നുള്ള വിവരമാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളിൽ നിന്നൊക്കെ പ്രാഥമികമായി ലഭിക്കുന്നത്. ആ ഹിറ്റാച്ചിക്ക് ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനു മുകളിൽ വലിയ ഒരു പാറക്കല്ല് വീണ് കിടപ്പുണ്ട്. ആ പാറക്കല്ല് നീക്കം ചെയ്താൽ മാത്രമേ ഹിറ്റാച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന സാധ്യമാകുകയുള്ളൂ. പക്ഷേ ഈ ഭാഗങ്ങളിലെല്ലാം വിണ്ട് കീറി കല്ലുകൾ ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിച്ചേക്കാം എന്ന സൂചന നൽകുന്ന രീതിയിൽ വലിയ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തെ പാറക്കൂട്ടങ്ങളെല്ലാം ഉള്ളത്. അത് ഏത് നിമിഷവും പാറക്കല്ലുകൾ വലിയ ശബ്ദത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശബ്ദത്തിൽ അപകടാവസ്ഥ തുടരും എന്ന സാധ്യത ഉളവാക്കുന്ന സാഹചര്യം നിലനിൽക്കെയാണ് ഈ രാത്രി വൈകിയുള്ള രക്ഷാദൗത്യം ഉപേക്ഷിച്ചിരിക്കുന്നത്. രാത്രി വൈകിയും പാറക്കല്ലുകൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. വലിയ അപകട സാധ്യത ഇവിടെ നിലയുറപ്പിക്കുന്നതിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നാളെ രാവിലെ ഇനി വലിയ രീതിയിലുള്ള തിരച്ചിൽ പുനരാരംഭിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടറുടെ അടക്കമുള്ള അധികൃതരുടെ സാന്നിധ്യത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ഈ ഹിറ്റാച്ചിയുടെ സഹായിയായിട്ടുള്ള ഒഡീഷ സ്വദേശി മഹാദേവ പ്രതാപിന്റേതാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇത്തരത്തിലുള്ള നാടിന് നടുക്കിയൊരു സംഭവം ഉണ്ടാകുന്നത്. പാറമടയിൽ വഴി വെട്ടിത്തിളയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ 2 തൊഴിലാളികൾ. ഒഡീഷ സ്വദേശി മഹാദേവ പ്രതാപും ഒപ്പം തന്നെ ഹിറ്റാച്ചി ഓപ്പറേറ്ററായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശി 35 വയസ്സുള്ള അജയ് റായ് എന്നിവർ 2 പേര്. ഇവർക്ക് മുകളിലേക്ക് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് ഈ പാറക്കല്ലുകൾ വലിയ രീതിയിൽ വന്ന് പതിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ 2 പേരും പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നിലം പതിച്ചു. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ഏകദേശം 6 മണിയോടുകൂടി ബീഹാർ സ്വദേശി മഹാദേവ പ്രതാപിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. അതിനുശേഷവും അടുത്ത ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുവെങ്കിലും
എങ്കിലും രാത്രി 8 മണിയോടുകൂടി തിരച്ചിൽ നിർത്തിവെച്ചു. ഇനി നാളെ രാവിലെ 7 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും. ഇതേ സമയം തന്നെ പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ക്രഷർ യൂണിറ്റ് പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ നേരത്തെയും നിരവധി തവണ പാറമടയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ അടക്കം പരാതിയായി ബോധിപ്പിച്ചിട്ടുണ്ടെന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പരാതിയായി വിമർശനമായി ഉയരുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ഉള്ള ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് വളരെ ദുഷ്കരമായിരിക്കും എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാറയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടായിരിക്കുന്ന പ്രദേശത്തിന് സമീപ ഭാഗങ്ങളിലെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാം എന്നുള്ള സാഹചര്യമുണ്ട്. അത് നാളത്തെ രക്ഷാദൌത്യം ഏറ്റവും ദുഷ്കരമാക്കുമെന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് വടം കെട്ടി പ്രത്യേക രീതിയിൽ പ്രത്യേക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആളുടെ ഇന്ന് കണ്ടെത്തിയ മൃതദേഹം ഉൾപ്പെടെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ മഴ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, രാവിലെ കാലാവസ്ഥ മോശമാണെങ്കിൽ അത് പ്രതികൂലമായി രക്ഷാദൌത്യത്തെ ബാധിക്കും. ഒപ്പം തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ഈ പാറക്കെട്ടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നാളത്തെ രക്ഷാദൌത്യത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. തീർത്തും ദുഷ്കരമായ ഒരു രക്ഷാദൌത്യമായിരിക്കും നാളെ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും NDRF 27 സംഘം ഇപ്പോൾ കോന്നിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ തിരുവനന്തപുരം, തൃശൂർ സ്പെഷ്യൽ യൂണിറ്റുകളും പത്തനംതിട്ട കോന്നി യൂണിറ്റുകളും അടക്കം വലിയ സന്നാഹം നാളത്തെ തിരച്ചിലിന് വേണ്ടിയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലായിരിക്കും നാളെ രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിക്കുക. നീലിമ. ഓക്കെ, മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.